ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഐ നോ ലൈക്ക് ഈ വീഡിയോ ഭയങ്കര കാലങ്ങൾക്ക് ശേഷമുള്ള വീഡിയോ ആണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിനെ പറ്റി പറയാനൊന്നുമല്ല ഈ വീഡിയോ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടോക്ക് സോ മച്ച് അബൌട്ട് ദിസ് ടോപ്പിക്. ഈ ടോപ്പിക്കിനെ പറ്റി ന്യൂസ് കണ്ടതിന് ശേഷം എനിക്ക് എന്താണെന്നല്ല, എനിക്ക് വീഡിയോ ഇട്ടേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ no updates, nothing. So just if you are interested, please keep on watching. സോ ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ പറ്റിയാണ് വീഡിയോ എന്ന്. എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഐ ജസ്റ്റ് സോ ദിസ് ന്യൂസ് ദി അതർ ഡേ ആൻഡ് ഐ വാസ് ലൈക്ക് സോ ഫ്രീക്കിംഗ് ഷോക്ക്ഡ്. ഞാൻ വിചാരിക്കും ഇതെന്ത് ഇപ്പോഴും ഇങ്ങനത്തെ ന്യൂസ് വരണേ, ഇത്ര കാലമായിട്ട് ഇപ്പോഴും ഇങ്ങനത്തെ ന്യൂസ് പിന്നെയും വരുന്നത് എന്താ? ശരിക്കും വിചാരിച്ചു നമ്മുടെ നാട് ഭയങ്കരമായിട്ട് മാറി, ആൾക്കാരുടെ തോട്ട് പ്രോസസ്സ് മാറി, എല്ലാവരും ഭയങ്കര പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഗേൾസ് ഒക്കെ ആകെ മാറി. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലൈക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യായിരുന്നു ഗേൾസ് ഒക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ആരും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ജീവിക്കുന്നത്. സോ ഐ വാസ് റിയലി ഹാപ്പി ആക്ച്വലി, ലൈക്ക് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ജനറേഷൻ ഭയങ്കര അടിപൊളിയാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട് ഇവിടെ. അപ്പം പിന്നെയും എന്നിട്ട് ഇങ്ങനത്തെ ന്യൂസ് വരുമ്പോൾ സോ എനിക്ക് ശരിക്കും ഒരു വീഡിയോ ചെയ്തേ പറ്റുള്ളൂ എന്ന് തോന്നി. ലൈക്ക് ഇതിൽ ഭയങ്കര സൊല്യൂഷൻസ് കൊണ്ടുവരുന്ന പോലെ എന്നല്ല, പക്ഷെ എൻ്റെ ചില തോട്ട് പ്രോസസ്സ്, അത് ചില ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണത് നമ്മളെപ്പോഴും ഇതിനൊരു ഇമോഷണൽ രീതിയിൽ മാത്രമേ ഡിസ്കസ് ചെയ്യണുള്ളൂ. ഈവൻ ന്യൂസ് മീഡിയ ആണെങ്കിലും എല്ലാ സ്ഥലത്തും ആകെപ്പാടെ വരുന്ന ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ഓൾ അബൌട്ട് ഇമോഷണൽ സൈഡ്. ലൈക്ക് പെൺകുട്ടികളെ മാതാപിതാക്കൾ എന്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, പെൺകുട്ടികൾ എന്തുകൊണ്ട് സ്വയം ഇൻഡിപെൻഡൻ്റ് ആവുന്നില്ല, അങ്ങനത്തെ ടോപ്പിക്സ് മാത്രം. ഒരു ഇമോഷണൽ സൈഡിൽ ഞാൻ പറയാം കൂടുതൽ. അല്ലാതെ ഇതിന് ആക്ച്വലി എന്താ സൊല്യൂഷൻ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ശരിക്കുള്ള റിയാലിറ്റി എന്താണ്? കുറേ ആസ്പെക്ട്സ് ഉണ്ട് ആക്ച്വലി നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഓൾറൈറ്റ്, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം വീഡിയോ എടുക്കണതുകൊണ്ട് ഞാൻ ക്യാമറയിലല്ല എടുക്കണത്, ഫോണിലാണ് എടുക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള വോയിസ് എങ്ങനെ ഉണ്ടാവും, വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി. ആൻഡ് നിങ്ങളുടെ തോട്ട്സും പ്ലീസ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ റിയലി വാണ്ട് ദിസ് ടു ബി എ ഡിസ്കഷൻ. ലൈക്ക് നല്ലൊരു ഡിസ്കഷൻ വേണമെന്ന് എനിക്ക് നല്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് ഈ ടോപ്പിക്കിൽ. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ സ്റ്റെപ്സ് ദാറ്റ് ഐ നോട്ടഡ് ഡൗൺ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് പറയാനുള്ളത്, അത് ഞാൻ കുറച്ച് ഇമോഷണൽ കാര്യങ്ങൾ തന്നെ പറഞ്ഞോട്ടെ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ലൈഫ് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കര റെയറായിട്ട് അടിച്ചൊരു ലോട്ടറിയാണ് ഈ ലൈഫ്. കുറേ ചാൻസസ് ഉണ്ടായിരുന്നല്ലോ, അതിൽ നമ്മൾ ഈ നമ്മൾ ആയത് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു ചാൻസിലാണ്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ടിലും ഒന്നുമില്ല, ഇത് കഴിഞ്ഞിട്ടും ഒന്നുമില്ല. ഈ ലൈഫ് മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും മനസ്സിലാക്കാതെ എനിക്കറിയില്ല. ഈ റിലീജിയൻസും അതും ഇതൊക്കെ കുറേ ബാഡായിട്ടുള്ള ഇൻഫ്ലുവൻസസ് കൊണ്ടുവരുന്നുണ്ട് ഇതിൽ. Like seriously, there is no afterlife, guys. There was no any other life before this. Like നമ്മളെ ഇതിനു മുന്നേ വേറൊരു ജീവിയായിട്ട് ജീവിച്ചിട്ട് ഒന്നുമില്ല. ഈ നമ്മൾ തന്നെയാണ് നമ്മൾ. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്, ആസ്ക് യുവർ സെൽഫ്, ആർ യു ഹാപ്പി? ലൈക്ക് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഹാപ്പി ആണോ? നിങ്ങൾ ചൂസ് ചെയ്യണ ഫ്രണ്ട്സ്, നിങ്ങൾ ചൂസ് ചെയ്യണ ലൈഫ്, ലൈക്ക് സർക്കംസ്റ്റാൻസസ്, നിങ്ങളുടെ പാർട്ട്ണർ, ഇതിലൊരു 80% കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്. ചില കാര്യങ്ങളുണ്ടാവും നമുക്ക് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ലൈക്ക് അതിന് ഫിനാൻഷ്യൽ റീസൺസ് ഉണ്ടായിരിക്കാം, ഇമോഷണൽ റീസൺസ് ഉണ്ടായിരിക്കാം, പലതും ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു 80% കാര്യങ്ങൾ നമ്മുടെ കൺട്രോൾ തന്നെയാണ്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു അവർ ലൈഫ് പാർട്ട്ണർ. അത് നമ്മുടെ ചോയ്സ് ആണ്, പ്യോർലി നമ്മുടെ ചോയ്സ് ആണ് മനുഷ്യന്മാർക്ക്. ഓക്കെ, ഇനി അതങ്ങനെ അല്ലാതെ കാണുന്നിടത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണത്. നമ്മുടെ കയ്യിലല്ല നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഇരിക്കണം എന്നുള്ള സമയത്താണ് എന്തുണ്ടാവണത്, ആൾക്കാർ ഡിസൈഡ് ചെയ്യാൻ നമുക്ക് വേണ്ടി. നമ്മൾ ആരുടെ കൂടെയാണ് ജീവിക്കേണ്ടത്, നമ്മൾ ആരുടെ കൂടെയാണ് ഡെയിലി കിടന്നുറങ്ങേണ്ടത്, നമ്മൾ ആരുടെ കൂടെയാണ് കുക്ക് ചെയ്യേണ്ടത്, കുട്ടി ഉണ്ടാക്കേണ്ടത്, ഇതെല്ലാം വേറെ ആൾക്കാർ നമുക്ക് വേണ്ടി ഡിസൈഡ് ചെയ്യുക. അതെന്ത് പെത്തറ്റിക് ആയിട്ടുള്ള ഒരവസ്ഥയാണ് അല്ലേ? നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഈ ഒരു അറേഞ്ച് മാരേജ് എന്ന കോൺസെപ്റ്റ് തന്നെ അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ
ചില കാര്യങ്ങൾ അറേഞ്ച് മാരേജ് നല്ലതുമാണ്. കാരണം ഇപ്പം എല്ലാവർക്കും ഡേറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിക്കോളണമെന്നില്ല, അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ ഒബ്വിയസ്ലി. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ ആണെങ്കിലും സിംഗിൾസ് ആയിട്ട് നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, ഡേറ്റിംഗ് കൾച്ചർ ഇത്ര ഉള്ളപ്പോൾ. അപ്പം അതും കൈൻഡ് ഓഫ് സാഡാണ്. നമുക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ലാത്തതുകൊണ്ട് മാത്രം, ഐ മീൻ അറേഞ്ച് മാരേജ് എന്നൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സിംഗിളായിട്ട് ലൈഫ് ലോങ് ജീവിക്കേണ്ടി വരുന്ന ആൾക്കാരും ഉണ്ട്. സോ അറേഞ്ച് മാരേജ് ഇസ് എ ഗുഡ് തിങ് ഇൻ ദാറ്റ് വേ. ലൈക്ക് ഇഫ് യു cannot find someone for yourself, okay, you can go for an arranged marriage. Like മാട്രിമോണിയിൽ ഇതിടുക, നമുക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് എന്താ പറയുക, അത് സെറ്റാക്കുക. ഇറ്റ്സ് നോട്ട് എ വെരി ബാഡ് തിങ്. അതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ചൂസിങ് അവർ പാർട്ട്ണർ ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദേ ആർ ദ റൈറ്റ് വൺ ഫോർ അസ്, അവിടെയാണ് പ്രശ്നം. ആ ചോയ്സ് ആ ഇൻഡിവിജ്വലിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, അല്ലേ? ഇപ്പം ഈ അതുല്യയുടെ കേസിൽ ദാറ്റ് സോ ഹിം, ലൈക്ക് അയാൾ കല്യാണത്തിൻ്റെ ഒന്നും എൻഗേജ്മെൻ്റ് ഒന്നും ആണെന്ന് തോന്നുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി എന്നാണ് പറഞ്ഞത് ദാറ്റ് ഹീസ് അത്ര ശരിയല്ല അങ്ങനെയൊക്കെ. പക്ഷെ കല്യാണത്തിൻ്റെ അന്ന് ഡ്രങ്ക് ആയിട്ട് വന്നപ്പോൾ തന്നെ അത് ക്ലിയർ ആണല്ലോ. ലൈക്ക് ഒരു മനുഷ്യൻ അയാളുടെ കല്യാണത്തിൻ്റെ ദിവസം ഡ്രങ്ക് ആയിട്ട് വരണമെങ്കിൽ അയാൾ എത്രത്തോളം ഇമ്മച്ചുവറാണ്, എത്രത്തോളം എന്താ വേർഡ്സ്, പല വേർഡ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അതിനെ. നാർസിസിസ്റ്റിക്നോ എങ്ങനെയാണെങ്കിലും വിളിക്കാം. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അത്രയും ഡ്രങ്കായി സീൻ ഉണ്ടാക്കി അത് കുളമാക്കണമെങ്കിൽ ഹി ഷുഡ് ബി ലൈക്ക് എ ടോക്സിക് പേഴ്സൺ. അത്രേ ഉള്ളൂ. അത് അത്രയും സിമ്പിളാണ്. പക്ഷെ എന്നിട്ട് പോലും ആ കല്യാണം വെച്ച് പ്രൊസീഡ് ചെയ്യാണ് അവർ ചെയ്തത്. ആൻഡ് ലേറ്റർ ഓൺ കുട്ടി മരിച്ചു പോയപ്പോൾ ദേ ആർ ലൈക്ക്, എൻഗേജ്മെന്റ് കഴിഞ്ഞു പോയില്ലേ, നമുക്ക് നാണക്കേടല്ലേ, പിന്നെ കല്യാണം നടന്നില്ലേ, കുട്ടിക്ക് ചീത്തപ്പേരല്ലേ. ഈ ഒരു ഇതാണ് പ്രശ്നം. ഞാൻ കുറെ കോമഡി ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ കണ്ടിട്ടോ, ലൈക്ക് കുട്ടി മരിച്ചു പോയല്ലേ ഉള്ളൂ, ഡിവോഴ്സായിട്ട് ചീത്തപ്പേരാക്കിയൊന്നും ഇല്ലല്ലോ എന്ന്. അതന്നെയാണ് എക്സാക്ട്ലി. ലൈക്ക് ചീത്തപ്പേരുണ്ടാവരുത്. കുട്ടി മരിച്ചു പോയാലും കുട്ടി പവിത്രയായിട്ടുള്ള ഭാര്യയായിരിക്കും. അങ്ങനെയാണ് അവൾ മരിച്ചു പോയത്. പക്ഷെ അവൾ ഡിവോഴ്സായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അവൾ ഡിവോഴ്സാണ്, അവൾ ശരിയല്ല, അവൾ ഭർത്താവിനെ തേച്ചു, ഇങ്ങനെയായിരിക്കും പറയാം. ഭർത്താവ് എത്ര വലിയ കള്ളുകൂടിയനും തെമ്മാടിയും അങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും പറയാം. എന്തുണ്ടായാലും കുറ്റം മുഴുവൻ പെൺകുട്ടിക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പാരൻസ് ഇങ്ങനെ പറയണല്ലോ. ലൈക്ക് അവർക്ക് ടെൻഷൻ ആവണത് കുട്ടീനെ തിരിച്ച് വിളിക്കാത്തതും സപ്പോർട്ട് ചെയ്യാത്തതും. അവളുടെ മാരീഡ് ലൈഫ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവള് ശരിയല്ല എന്നോ, അല്ലെങ്കിൽ അവരുടെ മാരേജ് ലൈഫ് ഫെയിലായി, നാട്ടുകാർക്ക് പറഞ്ഞ് ചിരിക്കാനുള്ള ഒരു ടോപ്പിക്കായി എന്നുള്ളതാണ് മാതാപിതാക്കളുടെ പ്രശ്നം. അപ്പൊ ഇതും അറേഞ്ച് മാരേജിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. ലൈക്ക് എന്താ പറയാ, പാരൻസും എല്ലാവരും ഇൻവോൾവ് ആയിട്ട് ഈ ഒരു കപ്പിളിന്റെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യാനും അതിൽ ഇടപെടാനും കുളം തോണ്ടാനും ഒക്കെ ആൾക്കാർ ചുറ്റുമുള്ളത്. ഈ ലവ് മാരേജ് ആണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമില്ല ഒന്നും ഞാൻ പറയണില്ല. പക്ഷെ അറേഞ്ച് മാരേജ് ആണ് ഇപ്പം ഈ രണ്ട് കേസസിലും ഉള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറയണേ. ഓക്കെ, ഇനി എൻ്റെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിനോട് കണക്റ്റഡ് തന്നെയാണ്. അതായത് നമ്മൾ ലൈഫിൽ ഒരേ ഒരാളുടെ കൂടെ ജീവിച്ച് തീർത്തു എന്ന് വെച്ച് നമ്മുടെ ഡെത്ത് ബെഡിൻ്റെ അവിടെ ഒരു ഏഞ്ചൽ വന്ന് നമുക്കൊരു ട്രോഫി തരാനൊന്നും പോണില്ല. അല്ലെങ്കിൽ ലൈഫ് കഴിഞ്ഞ ആഫ്റ്റർ ലൈഫിൽ ദൈവം നമുക്ക് ഒരു കിരീടം വെച്ച് തരാനൊന്നും പോണില്ല. നമ്മൾ ലൈഫ് ലോങ് ഒരാളുടെ കൂടെ മാത്രം ഫിസിക്കലി ഇതായി അല്ലെങ്കിൽ എന്താ പറയുക ജീവിച്ചു എന്നുള്ളതിന് ഒരു സമ്മാനവും നമുക്ക് കിട്ടാൻ പോണില്ല. ഇപ്പം ഈ ബിക്കിനി പർദ്ദ എന്ന് പറയണ പോലെ അപ്പം പറയാം അപ്പം നിങ്ങൾക്ക് ആരുടെ കൂടെ വേണമെങ്കിലും അഴിഞ്ഞാടാന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, അതല്ല അതിൻ്റെ അർത്ഥം. ഒന്നില്ലെങ്കിൽ ബിക്കിനി അല്ലെങ്കിൽ പർദ്ദ എന്നാണല്ലോ പറയുക. അതുപോലെയാണ് ഞാനത് കമ്പയർ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരാളുടെ കൂടെ ഫുൾ ലൈഫ് ജീവിക്കുക, അല്ലെങ്കിൽ കുറേ പേരുടെ കൂടെ വായ തോന്നിയ പോലെ ജീവിക്കുക. അല്ല, അതാണെങ്കിൽ എന്താ പ്രശ്നം? ആക്ച്വലി അതൊക്കെ ആ ഇൻഡിവിജ്വലിൻ്റെ ഇഷ്ടമല്ല. അതാരെയും ഒരു തരത്തിലും ബാധിക്കാത്തൊരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലൈക്ക് എങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫ് ജീവിക്കണമെന്നുള്ളത് ഒരു സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സണെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്. ആസ് ലോങ് ആസ് വി ഡോണ്ട് ഹേർട്ട് ദം, ലൈക്ക് അവരെ ഡയറക്റ്റ്ലി നമ്മൾ ഹേർട്ട് ചെയ്യില്ല എന്നുള്ളിടത്തോളം കാലം അതിന് ഒരു പ്രശ്നവുമില്ല. പിന്നെ ബട്ട് ഹേർട്ടായിട്ട് ഇരിക്കണ ചില ആൾക്കാരുണ്ട്, അവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത്. സോ അതാണ് എൻ്റെ വേറൊരു പോയിന്റ്. ലൈക്ക് ഇപ്പം നമ്മൾ ഒരാളായിട്ട് സ്നേഹിച്ചു, അയാളെ തന്നെ കല്യാണം കഴിക്കണം, നമുക്ക് ഫസ്റ്റ് ലവ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. ലൈക്ക് ഗ്രോയിങ് ഓൾ ടുഗെദർ അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ
അത് നടന്നില്ല, അത് ബ്രേക്കപ്പായി, അത് സാരമില്ല. നമുക്ക് ദർ ആർ ലൈക്ക് ബില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ് അല്ലേ. അപ്പം നമ്മുടെ കോൺസെപ്റ്റിനനുസരിച്ചുള്ള നമുക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പം ഇൻ കേസ് 100% കമ്പാറ്റബിലിറ്റി ഇല്ലെങ്കിലും മേ ബി ലൈക്ക് 12 മേ ബി ലൈക്ക് 70%, 80% കമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിലും ബാക്കി നമുക്ക് വർക്ക് ചെയ്യാവുന്നതുള്ളൂ. അതിനാണ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാമല്ലോ. ചെറിയ ചില കാര്യങ്ങൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. കാരണം എപ്പോഴും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ നമ്മുടെ ലൈഫിൽ കാണാനുള്ള പ്രോബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നിട്ടും അത് വർക്ക്ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യുക. അതിനെന്താ പ്രശ്നം? എനിക്ക് അത്ഭുതമാവാ സത്യം 2025 ഇത് പറയേണ്ടി വരുന്നത്. ഇപ്പോഴും നമുക്ക് നമ്മൾ ഒരാളായിട്ട് റിലേഷൻഷിപ്പിലാണെന്നുള്ളത് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ പെൺകുട്ടിക്ക് കേട്ടോ, ആൺകുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല, പെൺകുട്ടിക്ക് അത് ഭയങ്കര ചീത്തപ്പേരാണ്. അവള് അഴിഞ്ഞാടി നടന്നതാണ്, അവൾക്ക് ലൈൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ടെന്നുള്ളത് ഭയങ്കര ഷോക്കിംഗ് ആണ്. അപ്പം അതാണ് എനിക്ക് തോന്നുന്ന ഒരു മേജർ റീസൺ വൈ ഗേൾസ് ക്യാൻ നോട്ട് കം ഔട്ട് ഓഫ് ദെയർ റിലേഷൻഷിപ്പ് ഓർ ദെയർ എന്താ പറയുക ടോക്സിക് മാരേജ്. കാരണം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് അറിയാം ഇത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എനിക്ക് ചീത്തപ്പേരുണ്ടാവും. ലൈക്ക് അതൊരു മേജർ റീസൺ ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതല്ലാത്ത റീസൺസ് ഒരുപാടുണ്ട്, അത് നമുക്ക് വരാം അതിലേക്ക്. പക്ഷെ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ടോക്സിക് മാരേജ് ഇത്ര അധികം ആൾക്കാർ ഇൻവോൾവ് ആയതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കും പറയുക എന്നെ പറ്റി, അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു മൊറാലിറ്റീൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഒരു വൺ മേജർ റീസൺ. ആൻഡ് ഈ പറയുന്ന വൃത്തികെട്ട നാട്ടുകാർ എന്താ പറയുക ഒരു തരത്തിലും ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ഡിവോഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ എന്താണെങ്കിലും ബിഹൈൻഡ് ദ ബാക്ക് ദേ വിൽ ബി ടോക്കിംഗ് ഷിറ്റ്. ബട്ട് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവർ മരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കരമായിട്ട് ആ കുട്ടിക്ക് തിരിച്ചു വരായിരുന്നില്ലേ എന്ന് പറയുകയും ചെയ്യും. സോ ഇറ്റ്സ് റിയലി സാഡ്. ആൻഡ് ഗേൾസിനോട് എനിക്ക് അതുകൊണ്ടാണ് ഇത് പറയാനുള്ളത്. നമുക്ക് ഒരാളുടെ കൂടെ മാത്രം ലൈഫ് ലോങ് ജീവിച്ചു എന്ന് വെച്ച് ആരും ഒരു ട്രോഫിയോ ഒരു കിരീടോ അല്ലെങ്കിൽ ഒരു മെഡലും നമുക്ക് തരാൻ പോകണില്ല, ഒരു കുന്നും തരാൻ പോകണില്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ലൈഫ്. സോ പ്ലീസ് ഇഫ് യു ആർ നോട്ട് ഹാപ്പി വിത്ത് സംവൺ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ്. അതാണ് മെയിൻ കാര്യം. പക്ഷെ അതിൽ വരാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തേർഡ് പോയിന്റ്. ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റാണ്. ഈ എല്ലാ പോയിന്റ്സും ഞാനിങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര കോമഡിയാണ്. നമുക്ക് അറിയണ എല്ലാ ആൾക്കാരും പിന്നെ ഈ ആൾക്കാരുടെ മക്കളുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, അവർ പ്രോബബ്ലി നമ്മളെ പറ്റി പറയാൻ ചാൻസ് ഉള്ള ആൾക്കാരും എല്ലാവരും നെക്സ്റ്റ് 100 to 150 ഇയേഴ്സിൽ മരിച്ചു. നമുക്ക് അത്രയും ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരില്ലേ, ലൈക്ക് ആൽബർട്ട് ഐൻസ്റ്റൈൻ, മഹാത്മാഗാന്ധി, ഇങ്ങനെ ചില ഭയങ്കര അൾട്ടിമേറ്റ്ലി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ലാതെ വേറെ ആരെയും നമുക്ക് ഓർമ്മയില്ല അല്ലേ, അറിയില്ല, ഓർമ്മയില്ല എന്നല്ല. നടന്മാരെ എടുക്കുകയാണെങ്കിൽ തന്നെ പ്രേം നസീറിനെ മുന്നേയുള്ള നടന്മാരെ നമുക്ക് അറിയോ? ഇല്ല. അപ്പോഴും ഉണ്ടായിരുന്നല്ലോ ഏതൊക്കെയോ ആക്ടേഴ്സൊക്കെ, സിനിമ വന്നിട്ടോ അത്ര ആയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇത്രയും കാലം സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള നടന്മാരാണ് നമുക്ക് ഓർമ്മ. ഞാൻ ഈ എക്സാമ്പിൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ പോലും നമുക്കൊരു റീസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അറിയുള്ളൂ. അപ്പം നമ്മളെ പോലെ സാധാരണ ആയിട്ടുള്ള ആൾക്കാർ ആരും അറിയില്ല. അപ്പം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, നെക്സ്റ്റ് 100 to 150 ഇയേഴ്സിൽ നമുക്ക് അറിയണ എല്ലാവരും മരിച്ചു. പിന്നെ ഒന്നും ബാക്കിയില്ല, ആരും റെക്കോർഡ് ചെയ്ത് വെക്കാൻ പോണില്ല. ഇന്ന കുട്ടി ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ മോശക്കാരിയാണെന്ന് പറഞ്ഞിട്ട് ആരും മെമ്മോറിയൽ ഒന്നും എവിടെ എഴുതി വെക്കാൻ പോണില്ല. സോ നഷ്ടം ആർക്ക് മാത്രമാണ്? നമുക്ക് കിട്ടിയ ഈ ഒരു മില്യൺസിലൊരു ഓപ്പർച്യൂണിറ്റി, അത്ര റെയറായിട്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ടു ലിവ് ഇൻ ദിസ് വേൾഡ്, ലൈക്ക് ഈ ഒരു പ്ലാനറ്റ് എർത്തിൽ ജീവിക്കാൻ, മനുഷ്യനായിട്ട്, വേറെ ഒരു ജീവിയായിട്ടല്ല, ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജീവിയായിട്ട് നമുക്ക് ജീവിക്കാൻ കിട്ടിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യാണ്. ആർക്ക് വേണ്ടി? ഒരു 100 വർഷം കഴിഞ്ഞാൽ ഒരു ആൾക്കും അറിയാത്ത ഏതൊക്കെയോ ആൾക്കാർക്ക് വേണ്ടി. സോ മൈ പോയിന്റ് ഇസ്, നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തില്ല അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ പല പല കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ്, വേറെ ആർക്കുമല്ല. ഓക്കെ, സോ അതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഒബ്വിയസ്ലി ഒരു ഇമോഷണൽ പോയിന്റ് തന്നെയാണ്. പാരൻസ് ഷുഡ് ബി സപ്പോർട്ടീവ് എന്നുള്ളത്. ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം
എനിക്കറിയാം ലൈക്ക് എനിക്ക് ക്ലോസ് ആയിട്ടുള്ള പല ഫ്രണ്ട്സിൻ്റെയും പാരൻസ് ഉണ്ട് ലൈക്ക് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് ഒട്ടും പ്രോഗ്രസീവ് അല്ലാത്ത ഇപ്പോഴത്തെ കാലത്തും എന്താ പറയുക കിണറ്റിലെ തവളകൾ ആയി ജീവിക്കുന്ന പാരൻസ് ഉണ്ട്. ചില കേസസിൽ നമുക്ക് അവരെ മാറ്റാൻ പറ്റും, മാറ്റിയിട്ടുള്ള കേസസും ഉണ്ട്. ലൈക്ക് നമ്മൾ അവരോട് സംസാരിക്കുക, അവർക്ക് ഫോണിൽ അവരെ ഇൻസ്റ്റഗ്രാമും അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ അവർ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ആയിട്ട് കുറച്ചുകൂടെ കണക്റ്റഡ് ആവും. പുറം രാജ്യങ്ങൾ എന്താ നടക്കണേ കാണും. ഇപ്പം എന്നോടൊരു കുറച്ച് ഡിസ്റ്റന്റ് റിലേറ്റീവ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് കാനഡയിൽ വന്ന സമയത്ത് ഞാൻ ജോബൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, കാരണം നാട്ടിലായിരുന്നു ഞാൻ ഫുൾ ടൈം യൂട്യൂബർ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബർ ആണല്ലോ, ലൈക്ക് ഞാൻ ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യണമൊന്നുമില്ലല്ലോ. ഈവൻ തോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് മാസം. പക്ഷെ സ്റ്റിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു 9 to 5 ജോബ് തന്നെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ലോ. അപ്പം അവിടെ സ്ത്രീകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സ്ത്രീകളൊക്കെ കുറേ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഭയങ്കര ഷോക്ക്ഡായി ആ ചോദ്യം കേട്ടിട്ട്. കാരണം ഓഫ് കോഴ്സ് ലൈക്ക് ഞാൻ വർക്ക് ചെയ്യണ കമ്പനിയിൽ മെജോറിറ്റി വിമൻ ആണെന്ന് പറയേണ്ടി വരും. ആ സമയത്ത് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഇപ്പോഴത്തെ അതെ. അപ്പോൾ ഇഷ്ടംപോലെ ഗേൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര കോമൺ ആണ്. അതൊരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യം പോലും അല്ല. ലൈക്ക് പെൺകുട്ടികൾ വർക്ക് ചെയ്യോ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ വരണില്ല. നമ്മൾ ആരെങ്കിലും ഒരാളൊരു ഡേറ്റിന് പോയി, നമ്മുടെ ഒരു കൊളീഗ് ഒരു ഡേറ്റിന് പോയി, അപ്പൊ പെൺകുട്ടീനെ പരിചയപ്പെട്ടു, അവളെന്താ ചെയ്യണേ അങ്ങനെ ചോദിക്കാമല്ലോ. അത് അവള് വർക്ക് ചെയ്യുന്നുണ്ടോ, അതോ എന്താ പറയാ വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ വരണില്ല. ഒബ്വിയസ്ലി എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇവിടെ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഫോണൊക്കെ ആക്ച്വലി പാരൻസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കുറച്ച് നല്ലതാണ്. കാരണം അവർക്ക് കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടും വേൾഡിൽ എന്താണ് നടക്കണത് എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ മാറി ചിന്തിക്കാനായിട്ട് അതൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണേ. എല്ലാവരും അല്ല, മേ ബി ഒരു 70%, മേ ബി അല്ലെങ്കിൽ 60% എങ്കിലും. ബാക്കി പാരൻസിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അവർ മാറില്ല. അവരുടെ ഊട്ടി ഉറച്ച ചിന്ത അതാണ്. ലൈക്ക് യെസ്, വിമൻ മസ്റ്റ് ബി അറ്റ് ഹോം, സ്റ്റേ അറ്റ് ഹോം ആയിരിക്കണം, ആൻഡ് മെൻ ഷുഡ് ബി വർക്കിംഗ്, മെൻ ഷുഡ് ബി ഏർണിംഗ്, വിമൻ ഷുഡ് ബി ഒബീഡിയൻറ്റ്, ബ്ലാ ബ്ലാ ബ്ലാ. സോ അവർക്ക് അങ്ങനത്തെ ഒരു, അതുകൊണ്ടിപ്പം ഈ വിഭജികയുടെ കേസിലാണോ അതോ അല്ല അതുല്യയുടെ തന്നെയാണെന്ന് തോന്നുന്നു. വിഭജികയുടെ കേസിൽ ഞാൻ അത്ര അധികം കണ്ടിട്ടില്ല. പക്ഷെ അതുല്യയുടെ കേസിൽ പാരൻസ് ഒബ്വിയസ്ലി ഭയങ്കര ഓർത്തഡോക്സ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. സോ അത് തന്നെ ആയിരിക്കാം വൺ ഓഫ് ദ റീസൺ. ലൈക്ക് ഷീ വാസ് ഫീലിംഗ് ഹെൽപ്ലെസ് ആൻഡ് എന്തായാലും പോകാൻ പറ്റില്ല വീട്ടിലേക്ക് എന്നുള്ളൊരു സംഭവം ഉറപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് കുട്ടിയും ഉണ്ടല്ലോ, അതാണ് വേറൊരു പോയിന്റ്. കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഒരു പെണ്ണിന്റെ ജീവിതം കഴിഞ്ഞു ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ എന്നാണ് കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഗേൾസ് ഏൺ ചെയ്യാത്തതിൻ്റെ ഒരു കേസിൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫുള്ളി ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ചിലവ് കൂടും, നമ്മൾ ഏണും ചെയ്യണില്ല. സോ obviously I really wish like people watch Friends and shows like that. ഞാൻ ഫ്രണ്ട്സ് ആക്ച്വലി റീസെൻ്റ്ലി ആണ് കേട്ടോ കാണാൻ തുടങ്ങിയത്. അതിൽ ഞാൻ പറഞ്ഞ സ്പോയിലർ ആവാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അതിലൊരു ക്യാരക്ടർ, ഷീസ് എ വുമൻ, ലൈക്ക് മെയിൻ ക്യാരക്ടറാണ്, ആൻഡ് ഷീ ഗിവ്സ് ബർത്ത്. കല്യാണം കഴിച്ചിട്ടൊന്നുമല്ല, ഒരു ആക്സിഡൻ്റൽ ചൈൽഡാണ്. പക്ഷെ ഷീസ് ലൈക്ക് സോ efficient, she has her own job, നല്ല ജോബാണ്, and she earns really well, and she is taking care of the child like as a single mother. So like at the end of the day അതാണ് നമുക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഈവൻ ഇഫ് നമുക്ക് ഒരു കുട്ടി ഉണ്ടായാലും നമുക്ക് കുട്ടീനെ നോക്കാനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ടാക്കി വെക്കാന്നുള്ളത്. ഓക്കെ, അതിൻ്റെയും ഒരു കാര്യം ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ പാരൻസ് ഷുഡ് ബി സപ്പോർട്ടീവ് എന്നുള്ള പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്, പാരൻസ് എപ്പോഴും സപ്പോർട്ടീവ് ആവണമെന്നില്ല. പക്ഷെ പാരൻസ് സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ഫോർ ഇറ്റ്, ലൈക്ക് ഗെറ്റ് ഔട്ട് ഓഫ് ദ ടോക്സിക് റിലേഷൻഷിപ്പ്. പക്ഷെ പാരൻസ് തീരെ സപ്പോർട്ടീവ് അല്ല എന്നുള്ള കേസിലാണ് നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് വേണ്ടത്, വിച്ച് വിൽ ഡിസ്കസ് ഇൻ എ ബിറ്റ്. സോ രണ്ട് പോയിന്റ്സ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മെയിൻ പോയിന്റിലേക്ക് വരാം. ഫസ്റ്റ് വൺ, മാരേജ് ഇസ് നോട്ട് ജസ്റ്റ് എ വെഡിങ് ഡേ. സോ കല്യാണത്തിൻ്റെ ആ ഒരു ദിവസം മാത്രമാണ് നമ്മളെല്ലാവരും ലുക്ക് ഫോർവേഡ് ടു ചെയ്യുക, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റിൽ മാരേജ് എന്ന് പറഞ്ഞാൽ വെഡിങ് ഡേ ആണ്. പക്ഷെ ആക്ച്വലി വെഡിങ് ഡേ ഇസ് വെഡിങ് ഡേ, ആൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് മാരീഡ് ആയിട്ട് ഇരിക്കണ പ്രോസസ്സിനാണ് മാരേജ് എന്ന് പറയാം. സോ എനിവേസ്, വെഡിങ് ഡേയുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൽ നല്ല അടിപൊളി ഡ്രസ്സ് ഇടുക, നമ്മുടെ മെയിൻ ക്യാരക്ടർ ആവുക, ആൻഡ് കുറേ ഗസ്റ്റ്സ്. സോ
it's really nice, like it's really fun and ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് obviously. And മെയിൻ കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പം ഇതൊരു ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നമുക്ക് ഒരു എന്തോ അച്ചീവ് ചെയ്തൊരു ഫീൽ ആയിരിക്കും. പക്ഷെ അറേഞ്ച് മാരേജ് ആണെങ്കിലും ഈ ഒരു മാരേജിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരാളുടെ വീട്ടിൽ ജീവിക്കാന്നുള്ളത് അല്ല. ആക്ച്വലി ആ വെഡിങ് ഡേ ആണ് നമ്മൾ ലുക്ക് ഫോർവേഡ് ടു ചെയ്യണം അല്ലേ. നല്ല ഡ്രസ്സ്, സാരി ഇടുക, അല്ലെങ്കിൽ ആ ഒരു ആഘോഷങ്ങൾ, എൻ്റെ തലേ ദിവസമുള്ള ആഘോഷങ്ങൾ, വീഡിയോഗ്രാഫി. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് ആക്ച്വലി. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, സേവ് ദ ഡേറ്റ് ആൻഡ് മെഹന്തി, ഹൽദി, ബ്ലാ ബ്ലാ. സോ ഇതെല്ലാമാണ് ആൾക്കാർ ലുക്ക് ഫോർവേഡ് ടു ചെയ്യണേ. സോ അതുകൊണ്ടാണ് ഞാനൊരു പോയിന്റ് നോട്ട് ചെയ്തത്, ദാറ്റ് മാരേജ് ഇസ് നോട്ട് ജസ്റ്റ് ദ വെഡിങ് ഡേ. വെഡിങ് ഡേ ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്, just the beginning. Even honeymoon phase, I would say, like the first 1 year or 2 years is the honeymoon phase. ആ സമയത്ത് നമുക്ക് ഫിസിക്കൽ അട്രാക്ഷൻ നല്ലോണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യും, എല്ലാം ചെയ്യും. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും. പക്ഷെ ആഫ്റ്റർ ദാറ്റ് വൺസ് ദ സെക്ച്വൽ അട്രാക്ഷൻ അത്യാവശ്യം ഫെയ്ഡ് ആയി കഴിഞ്ഞാൽ ആൻഡ് സോർട്ട് ഓഫ് ലൈക്ക് നമ്മുടെ ലൈഫ് കുറച്ച് ബോറിംഗ് ആയി തുടങ്ങുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഡെയിലി ചോഴ്സ്, നമ്മുടെ 9 to 5 ജോബ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്, ഇപ്പോൾ കുട്ടി ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു ഡെയിലി റുട്ടീൻ കൈൻഡ് ഓഫ് ഇതിലേക്ക് പോകുമ്പോൾ പിന്നെ വൺസ് ഇൻ വൈൽ ട്രാവൽ ചെയ്യണവരുണ്ടാവും. പക്ഷെ സ്റ്റിൽ നമുക്കൊരു ആ ഒരു റഷ് ഇല്ലേ, സ്റ്റാർട്ടിങ്ങിൽ ആ റഷ് എന്തായാലും പോയിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മുടെ ആക്ച്വൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് ആക്ച്വലി നമ്മൾ കമ്പാറ്റബിൾ ആണോ, ആക്ച്വലി നമ്മൾ ഹാപ്പി ആണോ ടുഗെദർ എന്നുള്ളൊരു സംഭവം. സോ അതുകൊണ്ടാണ് ഈ പോയിന്റ്, ലൈക്ക് ഈ അറേഞ്ച് മാരേജസ് വർക്ക് ചെയ്യാത്തതിൻ്റെ പകുതി മുക്കാൽ റീസണും അത് തന്നെയാണ്. നമുക്കൊരു ചാൻസ് കിട്ടണില്ല ടു സീ ഇഫ് വി ആർ ആക്ച്വലി ഫ്രണ്ട്സ്. ഇതൊരു തരം ലോട്ടറി എടുക്കണ പോലെയാണ്. നമ്മൾ ഒരാളുടെ കൂടെ കല്യാണം കഴിച്ചു, വർക്കൗട്ടായി ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് റിയലി ലൈക്ക് എന്താ ലോട്ടറി എടുക്കണ പോലെ. ചില ആൾക്കാർക്ക് നല്ല പാർട്ട്നേഴ്സിനെ കിട്ടിട്ടോ, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ മെജോറിറ്റി കേസസിലും ഇറ്റ്സ് എ ഫ്ലോപ്പ്. സോ അനദർ പോയിന്റ് ഇസ് ദാറ്റ് മാരേജ് ഷുഡ് ബി ബേസ്ഡ് ഓൺലി ഓൺ ലവ്, നത്തിങ് എൽസ്. സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണോ പരസ്പരം, നിങ്ങൾ കമ്പാറ്റബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളുടെ ഇടയിൽ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ, നിങ്ങൾക്ക് നന്നായി ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ. നന്നായി ഫൈറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് നന്നായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നല്ല, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ. നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ എല്ലിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യോ, അതോ നിങ്ങളത് ഒരു മയത്തിലാണോ ഫൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എഗ്രി ടു ഡിസഗ്രി ചെയ്യാൻ പറ്റുമോ. ആൻഡ് ആ ഡിസഗ്രിമെൻറ്റിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ബൗൺസ് ബാക്ക് ചെയ്യുക. ഡു യു ബൗൺസ് ബാക്ക് സ്ട്രോങ്ങർ, ലൈക്ക് കൂടുതൽ ഇൻ ലവ് ആയിട്ടാണോ ബൗൺസ് ബാക്ക് ചെയ്യുക, അതോ നിങ്ങൾ ഇഷ്ടം കുറഞ്ഞു ഉള്ള പോലെയാണോ, ഹേറ്റ്രഡ് വരുന്ന പോലെയാണോ ബൗൺസ് ബാക്ക് ചെയ്യുക. സോ ദർ ആർ സോ മെനി തിങ്സ് ടു നോ അബൌട്ട് ഈച്ച് അതർ ബിഫോർ സൈനിങ് ദ പേപ്പർ, യുനോ. സോ അതാണ് മെയിൻ കാര്യം. സോ എൻ്റെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സ്റ്റിൽ ഓൺ ദി ഇമോഷണൽ ഓർ ദി കൈൻഡ് ഓഫ് പ്രാക്ടിക്കൽ സൈഡ് ഐ വുഡ് സേ. പക്ഷെ ഇത് കേരളത്തിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെയൊക്കെ ആൾക്കാർ ഡേറ്റ് ചെയ്യും, ആദ്യത്തെ ഒരു കുറച്ച് തവണ ഡേറ്റ് ചെയ്യും and figure out if you like the person or not, and they'll become boyfriend and girlfriend. That's truly dating. I know, seeing each other kind of face aanu. And once they start dating, like they become officially boyfriend and girlfriend, and after a point they'll feel like, okay, might be time to sort of like take the next step, namukku move in cheyam. ആദ്യം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കമ്പാറ്റബിലിറ്റി. ഇപ്പം ഒരുമിച്ച് ജീവിക്കണതിന് മുന്നേ തന്നെ ബ്രേക്കപ്പ് ആവുന്ന കേസസ് ഉണ്ടാവും. ലൈക്ക് നമ്മളൊരു വൺസിൻ്റെ വയലൊക്കെ കാണുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ ഐഡിയോളജീസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് ഡിഫറെൻ്റ് ആണ്, നമ്മൾ ലൈഫിൻ്റെ ഗോള് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ചില സമയത്തായിരിക്കും പറയാം, നമ്മൾ ഒരാൾക്ക് കുട്ടികൾ വേണമെന്നായിരിക്കും, ഒരാൾക്ക് കുട്ടികൾ വേണ്ടെന്നായിരിക്കും, ഒരാൾക്ക് പെറ്റ് പാരൻസ് ആവാനായിരിക്കും താല്പര്യം. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ഫേസിലായിരിക്കും അറിയാം. അപ്പം അതെല്ലാം സെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ലെറ്റ്സ് ട്രൈ ടു സീ ഇഫ് വി ക്യാൻ ലിവ് ഹാപ്പിലി വിത്ത് ഈച്ച് അതർ, അല്ലേ. അപ്പോൾ നമ്മൾ മൂവിങ് ചെയ്യും ആൻഡ് വിൽ ലിവ് ടുഗെദർ ഫോർ മേ ബി ലൈക്ക് 1 year, 2 year, 3 year. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ചില ആൾക്കാർ 7 years, 10 years ഒക്കെ ഒരുമിച്ച് ജീവിച്ചിട്ടായിരിക്കും മേ ബി ഓക്കെ, മേ ബി വി ക്യാൻ സൈൻ എ പേപ്പർ. പക്ഷെ ഞാൻ പേഴ്സണലി വുഡ് സേ ദാറ്റ്
മേ ബി ആഫ്റ്റർ 1 or 2 years യു ഷുഡ്, ബിക്കോസ് നമ്മളപ്പോൾ ടാക്സ് ഫയലിങ്ങും അങ്ങനെ കുറേ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ലൈക്ക് ഒരു ലീഗൽ പാർട്ടും കൂടെ ഇൻവോൾവ് ആവണത്. കാരണം ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു ബ്രേക്കപ്പ് ഓർ യു ഗെറ്റ് എ ഡിവോഴ്സ്, ബ്രേക്കപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവിങ് ചെയ്തിട്ട് ലിവിങ് ടുഗെദർ ആയിട്ട് ബ്രേക്കപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഒരു പ്രോപ്പർട്ടീസ് യുനോ അതിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് വലിയ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മാരേജിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും, ലൈക്ക് ഇന്ന കാര്യങ്ങൾ എൻ്റെയാണ്, ഇന്ന കാര്യങ്ങൾ അങ്ങനെ എങ്ങനെയാണെങ്കിലും കേട്ടോ. യു ഗൈസ് ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ്സ് നോർമലി ഡൺ ഇവിടെയൊക്കെ. ആൻഡ് ഐ പേഴ്സണലി ഫൈൻഡ് ഇറ്റ് വെരി ലോജിക്കൽ. ലൈക്ക് അത് അങ്ങനെയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വെച്ചാത്തത് ഓൺലി ബിക്കോസ് ഒരാളുടെ കൂടെ ജീവിച്ച് ഒരാളുടെ കൂടെ മരിക്കുക, ആൻഡ് ഗേൾസ് പ്യൂരിറ്റി, നമ്മുടെ വെർജിനിറ്റി, ആൻഡ് എന്താ പറയുക നല്ല കുട്ടി എന്നുള്ള പേര്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണമാണ് നമുക്ക് ലിവിങ് ടുഗെദർ ഒന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്. പക്ഷെ ആക്ച്വലി ഐ പേഴ്സണലി ഓൾവേസ് റെക്കമെൻഡ് ലിവിങ് ടുഗെദർ. കാരണം നമ്മൾ ഒരുമിച്ച് ഒരു 6 മാസം ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 3 മാസം ജീവിച്ചാൽ മതി നമുക്ക് മനസ്സിലാവാൻ ദാറ്റ് ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ. അങ്ങനെ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ലിവിങ് ടുഗെദറിനെ പറ്റി അങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് സെക്സ് അല്ലേ, അത് മാത്രമാണ് ആൾക്കാരുടെ ചിന്ത. ഓ അതിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് ജീവിക്കണേ അല്ല, എല്ലാവരും അതിന് വേണ്ടിയിട്ടല്ല. അപ്പം ആണെങ്കിൽ തന്നെ ഒരു പ്രശ്നമില്ല. പക്ഷെ കൂടുതൽ അതിന് വേണ്ടിയിട്ടല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക. നമ്മൾ കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കല്യാണത്തിൻ്റെ ലോട്ടറിയിൽ അതും കൂടെ പെടും കേട്ടോ. ലൈക്ക് അയാൾ ഗുഡ് ഇൻ ബെഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് ഭയങ്കര കോമഡിയാണ് ആക്ച്വലി. ചില കേസസിൽ ആസെക്ഷുവൽ ആയിരിക്കും നമ്മുടെ പാർട്ട്ണർ, ചില കേസസിൽ രണ്ടുപേരുടെയും സെക്സ് ഡ്രൈവ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതെല്ലാം നമ്മുടെ ഫിസിക്കൽ കമ്പാറ്റബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് എല്ലാവർക്കും അതൊരു ഭയങ്കര ഇഷ്യൂ ആയിരിക്കില്ല, അങ്ങനെയുണ്ട്. പക്ഷെ അത് ഇഷ്യൂ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഭയങ്കരമായിട്ട് സെക്സ് ഡ്രൈവ് ഡിഫറൻസ് ഉള്ള ആൾക്കാർ ഒരുമിച്ചാകുമ്പോൾ ഒരാൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ചിലപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പോലും മനസ്സിലാവില്ല. സോ ആ ഒരു കമ്പാറ്റബിലിറ്റി ഉള്ളത് ആക്ച്വലി നല്ലതാണ്. ആ ഒരു ഋതം രണ്ടുപേരുടെയും ഏകദേശം കറക്റ്റ് ആണത് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ലിവിങ് ടുഗെദറിൻ്റെ കേസിലാണെങ്കിലും അതെന്തുകൊണ്ടാണ് വേണമെന്ന് പറയണമെന്ന് വെച്ചാൽ നമുക്കൊരു ആദ്യത്തെ 3 to 6 മാസത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം മറ്റേയാളുടെ ഒരു ടേക്ക് എന്താണെന്ന് മനസ്സിലാവും. അയാളുടെ കാര്യങ്ങൾ, അയാൾ എങ്ങനെയാണ് ലൈഫ്, അയാളുടെ റുട്ടീൻ എന്താണ്, അയാൾ എങ്ങനെയാണ്, അയാളുടെ ഹൈജീൻ എന്താണ്. ചില ആൾക്കാരുണ്ടാവും തീരെ ഹൈജീനിക് അല്ലാത്ത, നമുക്ക് ഒരുമിച്ച് ജീവിക്കാണ്ട് മനസ്സിലാവില്ല അവർ ഹൈജീനിക് ആണോ അല്ലയോ എന്നുള്ളത്. ലൈക്ക് ബാത്റൂം പോയി കഴിഞ്ഞാൽ കൈ കഴുകുമോ എന്നുള്ളത് തൊട്ട് അവരുടെ സോക്സ് എത്ര സ്മെല്ലിയാണ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ. കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ, നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. സോ വി ഷുഡ് നോ ദാറ്റ്. ആൻഡ് നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ നെക്സ്റ്റ് 50 to 60 years ഒരുമിച്ച് ജീവിക്കാൻ പോണ ആളുടെ ഹൈജീനെ പറ്റി നമുക്ക് അറിയണ്ടേ, നമുക്ക് അയാളുടെ റുട്ടീനെ പറ്റി അറിയണ്ടേ, അയാൾ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ അറിയണ്ടേ. അതെന്തുകൊണ്ടാണ് നമ്മൾ അറിയാൻ പാടില്ല എന്ന് പറയുന്നത്, അതെന്തുകൊണ്ടാണ് നമ്മൾ ലോട്ടറി പോലെ എടുക്കണം എന്ന് പറയുന്നത്. ലൈക്ക് അതൊക്കെ നിന്റെ വിധി പോലെ ഇരിക്കും, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് പാരൻസ് പോണ പോലെയല്ലേ. നമ്മളെ ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കും, എന്നിട്ട് നമ്മളോട് ഗുഡ് ലക്ക് പറയും, എന്നിട്ട് അവർ പോവും. അതാണ് ആക്ച്വലി അറേഞ്ച് മാരേജ് എന്ന് എനിക്ക് ഫീൽ ചെയ്യണേ. അങ്ങനെയല്ലല്ലോ വേണ്ടത്. നമുക്ക് അറിയണ്ടേ അവരെങ്ങനെയാണ്, അവരുടെ ലൈഫ്, അവരെ ആരാണ്, അവരെന്താണ്. അതുപോലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫിനാൻസസിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ വരുമ്പോൾ അവരതെങ്ങനെ ഫേസ് ചെയ്യണേ, അവർ ഫുള്ളി പാനിക് ആവുമോ, അതോ അവർ ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് അതിനെ ഡീൽ ചെയ്യാണോ ചെയ്യുക, അതോ അവർ വേറെ ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യണോ ചെയ്യുക. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ കുറേ. പല ആൾക്കാരും ഇതൊക്കെ ഡീൽ ചെയ്യണ പലതരത്തിലാണ്. അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ ജഡ്ജ് ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. ലൈക്ക് ഒരാളെപ്പോഴും ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നോക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കണം കേട്ടോ. നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റ് ലോൺസ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കര അത്യാവശ്യമുള്ള കാര്യത്തിന് ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അവരത് എങ്ങനെ ഡീൽ ചെയ്യണു, ടാക്കിൾ ചെയ്യണു എന്നുള്ളതൊക്കെ നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാന്നല്ല, അത് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക് അവരെ, അത് അവർ കേൾക്കുമോ. ഇങ്ങനത്തെ ഒക്കെ കുറേ കുഞ്ഞു 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 മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേറെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം, നമ്മൾ ഒരുമിച്ച് ഗ്രോസറി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഗ്രോസറി ഷോപ്പിംഗ് ഒരുമിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഒരുമിച്ച്
നമ്മൾ ഒരുമിച്ച് ലോണ്ട്രി ചെയ്തിട്ട് ക്ലോത്ത്സ് ഫോൾഡ് ചെയ്ത് വെക്കണത്, നമ്മൾ ഒരുമിച്ച് വാക്യൂം ചെയ്യുക, അതുപോലെ മോപ്പ് ചെയ്യുക, എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്യുക, ഒരുമിച്ച് ഒരു റണ്ണിന് പോവുക അല്ലെങ്കിൽ നടക്കാൻ പോവുക, ഒരുമിച്ച് ലൈബ്രറി പോയിട്ട് ഒരു ബുക്ക് വായിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ ഇയാളുടെ കൂടെ? എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് അയാളുടെ കൂടെ ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം നമുക്ക് ഒരു 2-3 ദിവസത്തെ പരിചയത്തിൽ അറിയാൻ പറ്റില്ല. ഈവൻ ഇഫ് നമ്മൾ കല്യാണത്തിന് മുന്നേ നമുക്കൊരു 1 ഇയർ കിട്ടിയാൽ പോലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാതെ പല കാര്യങ്ങളും അറിയാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഐ ഹൈലി റെക്കമെൻഡ് ലിവിങ് ടുഗെദർ. ആൻഡ് അത് ഭയങ്കര ടാബുവാണ് ഇപ്പോഴും നാട്ടിൽ. ആൻഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മേ ബി നമ്മുടെ ജനറേഷൻ തൊട്ടെങ്കിലും അത് കുറച്ച് മാറി വരട്ടെ എന്ന് ഞാൻ ജെനുവിൻലി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പാരൻസിൻ്റെ ജനറേഷൻ എനിക്ക് തോന്നണില്ല എത്രത്തോളം നമുക്ക് മാറ്റാൻ പറ്റുന്നു. പക്ഷെ നമ്മുടെ ജനറേഷൻ തൊട്ടെങ്കിലും, നമ്മുടെ ജനറേഷനിലും ഉണ്ട് കേട്ടോ കുറേ വസന്തങ്ങൾ. ഞാൻ കാനഡയിൽ കണ്ടിട്ടുണ്ട് പല വസന്തങ്ങളെയും. ഞാൻ ജനുവൻലി വിചാരിക്കാറുണ്ട് ഇവരൊക്കെ തന്നെ കാനഡയിലൊക്കെ വരണേ ഈ ഒരു മൈൻഡ് സെറ്റും വെച്ചിട്ടെന്ന്. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു കൾച്ചർ അവർക്ക് ഒരു തരത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നാട്ടിലെ കൾച്ചറും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വസന്തമായിട്ട് ജീവിക്കുക. എൻ്റെ പൊന്നോ. സോ ലൈക്ക് ഡോണ്ട് ബി എ വസന്തം. നമ്മുടെ ജനറേഷനെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, എൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്കിതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക, ലൈക്ക് ഈ സെപ്പറേഷൻ എന്നുള്ളൊരു സംഭവത്തിന്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പം മാരേജസിൻ്റെ കേസസിൽ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് അന്ന് പുറത്ത് വരാത്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല. ഈവൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ആൾക്കാർക്കും ഇറ്റ് വോണ്ട് ബി ഈസി. ഇറ്റ്സ് നോട്ട് ഈസി. ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫ് ഡിസിഷനാണ്. ട്രസ്റ്റ് മീ. മ്യൂച്വൽ ആണെങ്കിൽ പോലും ഭയങ്കര ടഫായിട്ടുള്ള ഡിസിഷനാണ്. ലെറ്റ് അലോൺ നമ്മൾ എന്താ പറയുക, ഒരാളുടെ ആഗ്രഹത്തിന് ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടഫ്. ഭയങ്കര ടഫായിരിക്കും. ഒന്ന് മറ്റേ ആൾ സമ്മതിക്കണം. ഇൻ കേസ് സമ്മതിച്ചാലും നമുക്ക് ഇമോഷണലി അതെങ്ങനെ ഡീൽ ചെയ്യുക. നമ്മളൊരു ബ്രേക്കപ്പ് കൂടെ പോകുമ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും എന്നറിയാം അല്ലേ? അതിൻ്റെ എത്ര ഇരട്ടി വിഷമം ഉണ്ടാവും നമ്മളൊരു മാരേജ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. വിൽ ബി ഇമോഷണലി വെരി ഡിപ്രസിങ്. ആൻഡ് കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. സോ വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് വർക്ക്. പക്ഷെ വർക്ക് ചെയ്തില്ലെങ്കിൽ വി ഷുഡ് ഗെറ്റ് ഔട്ട്. ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കണം. ലൈക്ക് ഓക്കെ, ഇത് ഭയങ്കര ടഫാവാൻ പോവാണ്, എനിക്ക് ഭയങ്കര വലിയ ഡിപ്രഷനായിരിക്കും, നല്ലവണ്ണം എനിക്ക് സങ്കടം വരും, എത്ര മാസങ്ങളത് നിലനിൽക്കുന്ന അറിയില്ല, പക്ഷെ ഞാനത് ഫേസ് ചെയ്യാൻ പോവാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈല് ഇനിയും കൊല്ലങ്ങൾ ജീവിക്കാൻ പറ്റില്ല. ഒരു 40 കൊല്ലം എനിക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കണേക്കാളും എത്രയോ ഭേദമായിരിക്കും ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം മാക്സിമം ഞാൻ ഇതിൻ്റെ ദുഃഖത്തിൽ, ലൈക്ക് ഈ സെപ്പറേഷൻ്റെ ഒരു വിഷമത്തിൽ ജീവിക്കണത്. അത്ര ആലോചിച്ചാൽ മതി. സോ ഇമോഷണലി അങ്ങനെ മാത്രമേ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈസി അല്ല കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പോലും അത് ഈസി അല്ല. അത് അനുഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. പക്ഷെ നമ്മളതിന് മെൻ്റലി പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത്ര അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരുവിധം മെൻ്റലി പ്രിപ്പയർ ആവാൻ പറ്റുന്ന അതിന്. ലൈക്ക് ഒറ്റയ്ക്ക് നമ്മൾ അനുഭവിക്കാൻ പോണ പെയിന് നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആവുക. മേ ബി അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ട് കുറയും. ആൻഡ് മേ ബി നമുക്ക് കുറച്ചധികം നേരത്തെ അതൊന്ന് മൂവ് ചെയ്യാൻ പറ്റും നമ്മൾ അത്രയും മെൻ്റലി പ്രിപ്പയർഡ് ആകുമ്പോൾ. ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. ആൻഡ് കാരണം ഫിസിക്കലി നമുക്കൊരു ഡിവോഴ്സ് കൂടെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര വിഷമം കോമ്പൻസേറ്റ് ചെയ്യാൻ പല ആൾക്കാരും പല രീതിയിലാണ്. ചില ആൾക്കാർ നല്ല രീതിക്കും ഉണ്ട്, ലൈക്ക് അവർ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്ത് ഗ്ലോ അപ്പ് ചെയ്ത് അങ്ങനെ അതിനെ കോപ്പ് ചെയ്യും. അത് നല്ല കാര്യമാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില ആൾക്കാർ നന്നായിട്ട് ഫുഡ് കഴിക്കായിരിക്കും ചെയ്യുക അതിനെ കോപ്പ് ചെയ്യാൻ, അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്. ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു വെയ്റ്റ് ഗെയിൻ. അത് ഫർദർ മോർ ഡിപ്രഷൻ ആൻഡ് അതർ എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസിനായിരിക്കും റിസൾട്ട് ചെയ്യുക. സോ ഈ മെൻ്റൽ പ്രിപ്പറേഷൻ അലോങ് വിത്ത് വി ഷുഡ് പ്ലാൻ ദറ്റ് ഓക്കെ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഞാൻ എന്താ ചെയ്യാൻ പോണേ. ഈ ഡിപ്രഷൻ കൂടെ കടന്നു പോകുമ്പോൾ അത് നല്ല രീതിക്ക് എന്നെ എഫക്റ്റ് ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എഴുതി വയ്ക്കുക, പ്ലാൻ ചെയ്യുക, എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യുക. പ്ലാൻ 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 ഓക്കെ. ഇനി ഫിനാൻഷ്യൽ. എനിക്കറിയാം എല്ലാ പെൺകുട്ടികൾക്കും ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല. ഇപ്പം ഈ പറയണ പോലെ
ഓൾറെഡി ജോബ് മാർക്കറ്റ് ഭയങ്കര സാച്ചുറേറ്റഡ് ആണ്, ഓൾറെഡി ആൾക്കാർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്, നല്ല ക്വാളിഫിക്കേഷനും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ് ജോബ്സ് കിട്ടാനോ അല്ലെങ്കിൽ ജോബ്സ് സ്വിച്ച് ചെയ്യാനോ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു എക്കോണമിയിൽ കുറേ കാലം സ്റ്റേ അറ്റ് ഹോം ആയി ഹോം മേക്കർ അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിട്ട് ജീവിച്ചിട്ടുള്ള ഒരാൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ ആരും ജോലി കൊടുക്കാൻ പോകണില്ല. അത് റിയാലിറ്റിയാണ്. ജോലി കിട്ടുന്ന കേസസ് ഉണ്ടാവും, എന്നുവെച്ചാൽ ശ്രമിക്കരുത് എന്നല്ല ഞാൻ പറയണത് കേട്ടോ, ശ്രമിക്കണം, ഒബ്വിയസ്ലി കിട്ടുന്ന കേസസ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറയാം, അതൊരു റിയാലിറ്റിയാണ്. നമ്മൾ പറയാൻ ഈസി ആണല്ലോ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, സ്വന്തമായിട്ടൊരു ജോലി കണ്ടുപിടിക്കുക, ഇതാവുക, പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത് ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിവോഴ്സിൻ്റെ ഒരു കാര്യം ഫയൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കോമ്പൻസേഷൻ കാര്യങ്ങൾ, ആലിമണി എല്ലാം വാങ്ങണം. പെട്ടെന്നുള്ള ഫിനാൻഷ്യൽ സ്ട്രെസ്സിന് അത് ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് അത് ത്രൂ ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നത്തെ സ്റ്റെപ്പ് ഈ പറഞ്ഞ പോലെ പാരൻസ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതും നടന്നിട്ടില്ലെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ മാരേജ് നിങ്ങൾക്ക് അറിയാം സംതിങ് ഇസ് ഓഫ്, എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ കണ്ടാലും ഇല്ലെങ്കിലും കേട്ടോ, എന്തുണ്ടാവാമല്ലോ, ലൈക്ക് ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റാം, ടച്ച് വുഡ്, പല കാര്യങ്ങളും ഉണ്ടാവാം നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് വരാനായിട്ട്. സോ കുറച്ച് പ്രിപ്പയർ ആവുക സ്റ്റാർട്ടിങ് തൊട്ടേ. മേക്ക് സം ഷോർട്ട് സേവിങ്സ് ഓർ ടേക്ക് എൻ ഇൻഷുറൻസ്, സംതിങ് to make sure that you're covered to go through this separation period, to make sure that you have some kind of support, financial support ആണ് ഞാൻ പറയണേ. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഹോസ്റ്റലോ അങ്ങനെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഏതെങ്കിലും ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരോടല്ല കേട്ടോ ഞാൻ പറയണേ, അല്ലാത്ത ആൾക്കാരോടാണ് പറയണേ. അല്ലാത്തവർക്ക് ഐ നോ ദാറ്റ് യു ഗൈസ് വിൽ ഹാവ് സപ്പോർട്ട്, ബട്ട് അങ്ങനെ അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയണേ. ഏറ്റവും ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക, നെക്സ്റ്റ് ഒരു 6 months പെർ മന്ത് ഏറ്റവും കുറഞ്ഞ റെൻറ്റ് വേണ്ട സ്ഥലങ്ങൾ നോക്കുക. ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് വാങ്ങാനും ഗ്രോസറി വാങ്ങാനും കുക്ക് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഹോസ്റ്റൽ റൂമാണെങ്കിലും. ആൻഡ് ഇഫ് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. കാരണം എനിക്ക് ജെന്യുവൻലി അറിയില്ല ഈ പോയിന്റിൽ, ഞാൻ ഇവിടെ ആയതുകൊണ്ട്. നാട്ടിലാവുമ്പോൾ ഞാൻ അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് പലതരം ഹോസ്റ്റൽസ്, ലൈക്ക് വർക്കിംഗ് വിമനോ അല്ലാത്തവർക്കും ഒക്കെ ജീവിക്കാൻ പറ്റണം. അപ്പം ഏറ്റവും ലോ കോസ്റ്റിൽ ജീവിക്കാൻ പറ്റണ അങ്ങനത്തെ റെൻ്റൽ കാര്യങ്ങൾ, സ്കാം അല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ അതാണ് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റണ കുറച്ച് കാര്യങ്ങൾ. ടു ബി സേഫ് ഫോർ ലൈക്ക് അറ്റ്ലീസ്റ്റ് 6 months ആഫ്റ്റർ യു ഗെറ്റ് സെപ്പറേറ്റഡ്, ആഫ്റ്റർ യു മൂവ് ഔട്ട്. ആ 6 months തന്നെ യു ഷുഡ് ബി ഏബിൾ ടു ലൈക്ക് ഫൈൻഡ് എ ജോബ് ഓർ സ്റ്റാർട്ട് എ ബിസിനസ്, സംതിങ്. ആൻഡ് അതിനൊക്കെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിന്ന് എയ്ഡ് ഉണ്ട്, അതിനെ പറ്റി അന്വേഷിക്കുക. ഡിവോഴ്സ്ഡ് ആണെന്നുള്ളത് കുറച്ചും കൂടെ എക്സ്ട്രാ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനി എനിക്ക് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ കുറേ കാശുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ചെയ്തതാണ് ഡെഫിനറ്റ്ലി. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരോ പൈസ ഉള്ള ആൾക്കാരോ അറിയാൻ പറയണേ, there should be some initiatives like in every district of Kerala that ഇപ്പോൾ ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചോ എവിഡോ ആയിട്ടുള്ള ആൾക്കാർ, കുട്ടികളുണ്ട്, സിംഗിൾ മദേഴ്സ്, ഫിനാൻഷ്യലി തീരെ സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ ജോബിൽ കയറാൻ പറ്റണില്ല, അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവാമല്ലോ. പാരൻസ് അംഗീകരിക്കുന്നില്ല തിരിച്ചു പോകാൻ, സോ അതുകൊണ്ട് അവർ they are alone, they cannot find a job. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ്, ലൈക്ക് വിമൻ ഓൺലി ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടറീസോ എന്താണെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് ചെയ്യാനും ഒരു മിനിമം വേജ് ഉണ്ടാക്കാനും പറ്റിയ സ്ഥലം, അതെനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും തുടങ്ങാൻ പറ്റി കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കും. ആൻഡ് ഇപ്പം ഇങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, എനിക്കൊരു ജോബും ഇല്ല, എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല ജോബ് കിട്ടാൻ. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകണില്ല. അപ്പം ഞാൻ ഇതിൽ തന്നെ എനിക്ക് നിൽക്കേണ്ടി വരുന്ന ഉള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക്, മൈൻഡ് സെറ്റല്ല അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് ഇതൊരു റേ ഓഫ് ഹോപ്പ് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുക. ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ ഓക്കെ,
അറ്റ്ലീസ്റ്റ് ഒരു സമാധാനം ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ട്, ഇതാണ് എൻ്റെ പ്ലാൻ ബി. ഐ വിൽ ഗോ ടു ദിസ് ഇനിഷ്യേറ്റീവ്, ലൈക്ക് ഈ ഒരു ഫാക്ടറി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഫൗണ്ടേഷൻ. ഇവിടെ പോയി ഞാൻ വർക്ക് ചെയ്യും for like next 6 months. I'll find an accommodation for the least rent, and you know, I'll manage my finances for like 6 to 1 year. 1 year വരെയെങ്കിലും നിൽക്കാൻ പറ്റുന്ന ഒരു ഇനിഷ്യേറ്റീവ്. ആൻഡ് ആ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ നമുക്ക് വേറെ ജോബ്സ് തരാനും ശേഷിയുള്ള ടൈപ്പ് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്. എനിക്ക് ക്ലിയർ ആയിട്ട് അധികം ഐഡിയാസ് ഒന്നും ഇല്ല, പക്ഷെ ഇതിൻ്റെ ഒരു തോട്ടാണ്. ലൈക്ക് എത്ര ഗേൾസായി മരിക്കണു, അല്ല എത്ര ഗേൾസായി ഓരോ കൊല്ലവും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാസവും ഉണ്ടാവും അറ്റ്ലീസ്റ്റ് എ ഫ്യൂ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം, ലൈക്ക് അങ്ങനെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഗേൾസിന് പോവാനായിട്ടുള്ള ഒരു സ്ഥലം, സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം, അത് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സേഫ് ആയിരിക്കുന്നു. ആൻഡ് യാ, ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഹൈ ടൈം അങ്ങനെ എന്തെങ്കിലും ഒരു ഐ റിയലി ഫീൽ ബാഡ്. ലൈക്ക് നല്ല വിഷമമുണ്ട് എനിക്കിത് ആലോചിക്കുമ്പോൾ. ഇപ്പോഴും അങ്ങനത്തെ ന്യൂസ് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനൊരു സൊല്യൂഷൻ ആരും കൊണ്ടുവരാത്തതെന്ന്. ബിക്കോസ് എല്ലാവരും ഇതിന് ഇമോഷണലായിട്ട് മാത്രമാണ് പറയണത്, പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളാണ് കൂടുതലും പറയണത്. ലൈക്ക് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നിങ്ങൾ പാരൻസ് എന്ത് ചിന്തിക്കണമെന്ന് ഇതാക്കരുത്, നാട്ടുകാരെന്ത് ചിന്തിക്കുന്നു ഇതാക്കരുത് എന്നൊക്കെ, അതൊക്കെ പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഇവിടെ പോവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുമ്പോൾ പറയാനൊരു ഉത്തരമില്ല, അല്ലേ? അതാണ്, അതിനൊരു ഉത്തരമാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ടു സപ്പോർട്ട് വിമൻ, അൺഎംപ്ലോയിഡ് വിമൻ, ടു ഗിവ് ദം സം കൈൻഡ് ഓഫ് ജോബ്. അതിൻ്റെ കൂടെ ഒരു അക്കോമഡേഷനും കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ജോബ് ആൻഡ് സെക്യൂരിറ്റി. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രൈവറ്റിലാണെങ്കിലും ജോബ് ചെയ്യുമ്പോൾ ഓരോ ജോബിലും ഉണ്ട് ഓരോ പല ഇൻഷുറൻസസ് അവർ കവർ ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. ലൈക്ക് അത് മിനിമൽ കവറേജസ് ആയിരിക്കും മിക്ക കേസസിലും, പക്ഷെ എന്നാലും ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് ജോബ് പോയാലും ഇങ്ങനൊരു ഇതുണ്ട്, അതുപോലെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഹെൽത്തും എല്ലാം കവേർഡാണ് എന്നുള്ളൊരു, അത് ഭയങ്കരമായിട്ട് നമുക്കൊരു സമാധാനം തരുന്നൊരു കാര്യമാണ്. അതില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം, അല്ലേ? പല ആൾക്കാരും ലൈഫ് എൻഡ് ചെയ്യാനായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്, ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. സോ പ്ലീസ്, if somebody is watching this video with some kind of power, please do something about it. Thank you so much guys for watching this video. കുറേ കാലത്തിന് ശേഷം ഇടുന്ന വീഡിയോ ആണെന്ന് അറിയാം, പക്ഷെ എനിക്കെന്തോ ഈ ടോപ്പിക്ക് കണ്ടപ്പം പിന്നെയും ഞാൻ ഇതിനെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു വീഡിയോ ഇതിനെ പറ്റി ഉണ്ടാക്കിയേ പറ്റുമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ആൻഡ് നിങ്ങളുടെ തോട്ട്സ് കമൻസിലിടാം. എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിട്ടുള്ള ലിങ്ക്സോ അല്ലെങ്കിൽ തോട്ട്സോ ഐഡിയാസോ എന്താണെങ്കിലും പ്ലീസ് ഷെയർ. ഈ വീഡിയോ എത്രത്തോളം യൂട്യൂബ് പുഷ് ചെയ്യുന്ന എനിക്ക് അറിയില്ല, ഞാൻ കുറേ കാലത്തിന് ശേഷം വീഡിയോ ഇടുന്നുണ്ട്. ഐ റിയലി ഹോപ്പ് ഇറ്റ് ഗെറ്റ്സ് പുഷ്ഡ് എ ലിറ്റിൽ at least. But yeah, thank you so much guys, and see you.